Welcome dear students. So this is our second video session of our chapter laws of motion. In our previous video session we have discussed about the first law of motion. So the first law of motion states that every body continue its state of rest or uniform motion until it is compelled by an unbalanced external force. So the first law was related about the inertia of a body. So we discussed about the various inertia of body, what is inertia, so the inertia of rest, inertia of motion, and also about inertia of direction too. So in this session we are going to discuss about the second law of motion. So before we start discussing about second law of motion, we have to learn a quantity which is linear momentum. The linear momentum. So linear momentum is a property of a moving body. First of all, it's a property acquired by a moving body. So of course, if a body is moving, then it will have a certain velocity, right? അതായത് ഒരു മൂവിങ് ബോഡിക്ക് അക്വയർ ചെയ്യുന്ന പ്രോപ്പർട്ടിയാണ് എന്ന് പറയുന്നത് മൊമെന്റം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബോഡി മൂവിങ് ആണെന്ന് പറയുകയാണെങ്കിൽ certainly അതിനെന്തുണ്ടാവും, ഒരു വെലോസിറ്റി ഉണ്ടാവും. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു കേസ് കൺസിഡർ ചെയ്യുകയാണ്. നമ്മുടെ ഈ രണ്ട് ബോഡീസ് ഉണ്ട്. We have two bodies A and B. So in the first case, these two bodies have masses, same masses, right? MA and MB are the same, and their velocities are different. Suppose the velocity of the body A is greater than the body B, and the second case, the two bodies have unequal masses, suppose and different masses. Suppose MB is greater than MA, and their velocities are same. So we are considering two cases. In these two cases, the bodies are in motion, and first case, the mass of the two bodies are the same and their velocities are different. In the second case, their velocities are the same and their masses are different. So in these two cases, we know that in order to stop these two bodies, we will not apply the same force, right? അതായത് ഈ രണ്ട് ബോഡീസ് മൂവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കേസ് ആയിക്കോട്ടെ സെക്കൻഡ് കേസ് ആയിക്കോട്ടെ ഈ രണ്ട് ബോഡീസിനെയും നമ്മൾ സ്റ്റോപ്പ് അല്ലെങ്കിൽ റെസ്റ്റിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കണമെന്നില്ല, ഈക്വൽ ആയിരിക്കില്ല. കാരണം എന്താണ്, രണ്ട് ബോഡീസിനും ഫസ്റ്റ് കേസിൽ എന്താണ് അതിന്റെ വെലോസിറ്റി ഡിഫറെന്റ് ആണ്. ഓഫ് കോഴ്സ് ഒരു ചീറിപ്പാഞ്ഞ് വാഴുന്ന വാഹനവും അതുപോലെ പതുക്കെ വരുന്ന എന്താണ്, ഇപ്പോൾ രണ്ട് വാഹനങ്ങൾ രണ്ട് കാറുകൾ ഒരുമിച്ച് കടന്നു വരുന്നു, നമ്മൾക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, നമ്മൾ ഫിസിക്കൽ ഫോഴ്സ് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ രണ്ട് സൈക്കിളുകൾ വരുന്നു, രണ്ട് ഡിഫറെന്റ് മാസമുള്ള സൈക്കിൾ, ഒരേ മാസമുള്ള സൈക്കിൾ രണ്ട് വെലോസിറ്റി വരുന്നു, ഏതിനെയായിരിക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ എളുപ്പം? ഓഫ് കോഴ്സ് വെലോസിറ്റി കുറഞ്ഞ വാഹനത്തെ സ്റ്റോപ്പ് ചെയ്യാൻ നമുക്ക് സൗകര്യമാണ്. കാരണം വി ഡോണ്ട് ഹാവ് ടു അപ്ലൈ എ ഹ്യൂജ് ഫോഴ്സ് ഇൻ ഓർഡർ ടു സ്റ്റോപ്പ് ദാറ്റ് വെഹിക്കിൾ കമ്മിങ് വിത്ത് എ സ്മോൾ വെലോസിറ്റി ഓർ ലോവർ വെലോസിറ്റി. എന്നാൽ അടുത്ത കേസ് നോക്കുക, രണ്ട് ബോഡീസ് ഡിഫറെന്റ് മാസ് ആണ്. ഓക്കെ, ഒരേ വെലോസിറ്റിയിൽ വരുന്നു. സപ്പോസ് ഒരു കാറും ബൈക്കും ഒരേ വെലോസിറ്റിയിൽ വരുന്നു. ഓക്കെ, ഇതിൽ ഏതിനെയായിരിക്കും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ എളുപ്പം? ഓഫ് കോഴ്സ് ബൈക്കിനായിരിക്കും കുറെ കൂടെ എളുപ്പം എന്നല്ല പറയുന്നത്, കുറച്ചുകൂടെ സൗകര്യം ഫോഴ്സ് കുറച്ച് കൊടുത്താൽ മതി. ബിക്കോസ് എന്താണ്, അതിന്റെ മാസസ് ഡിഫറെന്റ് ആണ്. ഏത് കേസ് ആയിക്കോട്ടെ, ഒരു ബോഡിയുടെ മാസ് അല്ലെങ്കിൽ വെലോസിറ്റി എന്താണ്, അതിനെ നമ്മൾ സ്റ്റോപ്പേജിലേക്ക് അല്ലെങ്കിൽ റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ കൊടുക്കുന്ന ഫോഴ്സിനെ നിർണ്ണയിക്കുന്ന അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ രണ്ട് ക്വാണ്ടിറ്റിയുടെ ഒരു ബോഡിയുടെ മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇഫ് യു ടേക്ക് ദ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി ഓഫ് എ ബോഡി, ഓഫ് എ മൂവിംഗ് ബോഡി, we acquire or we get the quantity momentum of that body or linear momentum of that body. അതായത് ഒരു മോഷനിലിരിക്കുന്ന ബോഡിയുടെ വെലോസിറ്റിയുടെയും അതിന്റെ മാസിന്റെയും പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്നത് ആ ബോഡിയുടെ മൊമെന്റം എന്ന് പറയുന്നത്. സോ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ പി ആണ്. സ്മോൾ ലെറ്റർ പി ഈസ് ഈക്വൽ ടു എം വി ആണെന്ന് പറയുന്നത് ലീനിയർ മൊമെന്റം. ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു ബോഡിയുടെ എന്താണ് വെലോസിറ്റിയുടെയും മാസിന്റെയും പ്രൊഡക്റ്റ് ആണെന്ന് പറയുന്നത് മൊമെന്റം. അതാണ് ഇപ്പോൾ ഒന്നെങ്കിൽ നമ്മളിപ്പോൾ കേസ് ശ്രദ്ധിച്ചു, എന്താണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്നെങ്കിൽ മാസ് വേരി ചെയ്താൽ അതിന്റെ മൊമെന്റം വേരി ചെയ്യാം, അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്താൽ അതിന്റെ മൊമെന്റം വേരി ചെയ്യാം. either mass or velocity determines the momentum of a body. Okay, or both can determine the momentum of a body. So then we know what is momentum. Then what will be its unit, right? As momentum is the product of mass and velocity, in SI system its unit will be kilogram meter per second. How it came? The unit of mass is kilogram, the unit of velocity is meter per second.
in CGS it will be gram centimeter per second, gram centimeter per second. So these are the units of momentum, one in SI system and the other one is in CGS system. One is in SI system and the other one is in CGS system. So I already told you the momentum of a body might change, right? The momentum of a body might change. So the possibilities of a body, of the momentum of a body can change are, one is either mass can change or the velocity can change, right? Or both can change in order to change the momentum of a body. So the change in momentum of a body can be represented by the symbol delta. This symbol delta indicates the change. Clear ആവുന്നുണ്ടോ? ഈ symbol or delta, ഈ triangular symbol നമ്മൾ പറയുന്നത് എന്താണ്? Delta എന്നാണ് പറയുന്നത്. So ഈ symbol indicate ചെയ്ത ഒരു quantity കാണിച്ചാൽ അത് mean ചെയ്യുന്നത് change of that particular quantity. If delta p indicates that this is the change in momentum, ഒരു ബോഡിയുടെ മൊമെന്റത്തിലുണ്ടാകുന്ന ചേഞ്ച് എന്നാണ് പറയുന്നത് ഡെൽറ്റ പി കൊണ്ട് സൂചിപ്പിക്കുന്നത്. So we can write delta p is equal to delta mv എന്ന് എഴുതാം. delta p is equal to delta mv, which means ഒന്നെങ്കിൽ മാസ് ചേഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ വെലോസിറ്റി, അല്ലെങ്കിൽ ഈ രണ്ട് ക്വാണ്ടിറ്റീസിനും എന്തുണ്ടാവും, ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്താണ്, മൊമെന്റത്തിന് ചേഞ്ച് ഉണ്ടാകുമെന്നാണ്. ക്ലിയർ ആവുന്നുണ്ടോ? മൊമെന്റത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ക്വാണ്ടിറ്റീസ് എന്താണ്, മാസും വെലോസിറ്റി ആണ്. സോ ഒരു ബോഡിയുടെ മൊമെന്റം ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ മൊമെന്റത്തെ ചേഞ്ച് ചെയ്യിക്കാൻ എന്താണ് ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ്, ഒന്ന് ബോഡിയുടെ മാസും രണ്ടാമതാണ് അതിന്റെ വെലോസിറ്റിയുമാണ്. സോ in usual cases, most cases mass remains constant. Most cases mass remains constant. So we write m delta v because velocity changes in the most cases, mass remains the same. Velocity ആണ് ചെയ്യുന്നത് most cases change ചെയ്യുന്നത്, അല്ലെങ്കിൽ velocity change ചെയ്യും, mass എന്താണ് constant ആയിട്ട് നിലനിൽക്കുമെന്ന് നമ്മൾ പറഞ്ഞു. constant ആയിട്ട് നിലനിൽക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, already discussed about that. But there is an exception. അവിടെ എന്തുണ്ട്, ചെറിയൊരു exception ഉണ്ട്. എവിടെയാണ് exception വരുന്നത്? In the case of atomic particles in the case വരുമ്പോൾ they usually or they can travel up to or they can acquire the velocity of light. velocity of light ൽ എന്ത് ചെയ്യാം, അവർക്ക് സഞ്ചരിക്കാം. ഇതാണ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി അക്വയർ ചെയ്യുന്ന പാർട്ടിക്കിൾസ് ഉണ്ട്. നോട്ട് മോർ ദാൻ, അത്രയും വരെ അക്വയർ ചെയ്യാൻ പറ്റുന്ന പാർട്ടിക്കിൾസ് ഉണ്ട്. സോ ആ കേസ് വരുമ്പോൾ ദി മാസ് ഓഫ് ദി ബോഡി മേ ചേഞ്ച്. സോ ആ കേസ് വരുമ്പോൾ എന്താണ്, ബോഡിയുടെ മാസ് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. വിത്ത് റെസ്പെക്ട് ടു ദി ഇക്വേഷൻ m is equal to m0 root of 1 minus v square divided by c square എന്ന റിലേഷൻ ഉണ്ട്. സോ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് m0 എന്ന് പറയുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി ഇൻ റെസ്റ്റ്. സോ മാസ് ഓഫ് ദി ബോഡി അറ്റ് റെസ്റ്റ്. m എന്ന് പറയുന്ന വെലോസിറ്റി ചേഞ്ച് ചെയ്യുമ്പോൾ സപ്പോസ് ഇഫ് ദ ബോഡി അക്വയർസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്, v എന്ന് പറഞ്ഞാൽ ആ ബോഡിയുടെ വെലോസിറ്റി, c എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ വെലോസിറ്റി. ഇഫ് ദ ബോഡി അക്വയർസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റ്, then the body's mass എന്ത് ചെയ്യാം, ആ ബോഡിയുടെ മാസ് എന്ത് ചെയ്യാം, ഒരു ഹ്യൂജ് ചേഞ്ച് ഉണ്ടാകും. ബോഡിയുടെ മാസ് വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ആൻഡ് സ്റ്റാർട്ട്സ് അപ് ടു വെലോസിറ്റി ഓഫ് ദി ഓർഡർ ഓഫ് 10⁶. അതായത് 10⁶ മുതൽ, അത് ആ ഓർഡറിലുള്ള വെലോസിറ്റീസ് കൂടുകയാണെങ്കിൽ, പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റി 10⁶ മീറ്റർ പെർ സെക്കൻഡിന്റെ ഓർഡറിൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് കാണാൻ സാധിക്കും, we can see that the mass of the body changes with respect to the change in velocity. ഈ ഒരു ഓർഡറിൽ താഴെയാണ്, 10⁶ മീറ്റർ പെർ സെക്കൻഡ് ഓർഡറിൽ താഴെയാണ് ആ ബോഡീസിന്റെ വെലോസിറ്റി എങ്കിൽ മാസ് എന്ത് തന്നെയായിരിക്കും, കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കും. സോ ഇൻ മോസ്റ്റ് കേസസ് മാസ് ഓഫ് ദി ബോഡി റിമെയിൻസ് ദ ചേഞ്ച്. ഓൺലി ദ മാസ് ചേഞ്ചസ് ഓൺലി വെൻ ദി വെലോസിറ്റി ഓഫ് ദി ബോഡി ഈസ് above the 10⁶ meter per second order or acquires the velocity of light, and that can be explained using this relation. m is equal to m0 root of 1 minus v square by c square, where m0 represents the mass of the body at rest and v is the velocity of the body and c is the velocity of light. So we can write delta p is equal to m delta v. നമുക്ക് എങ്ങനെ എഴുതാം, most cases delta p എങ്ങനെ എഴുതാം, m delta v എന്ന് എഴുതാം. So in order to explain, we have discussed about linear momentum in order to explain the second law of motion. So before we start, or before if we have to explain the second law of motion, we have to find the rate of change of momentum of a body. What is rate of change of momentum? As I already told you, acceleration is rate of change of velocity, or velocity is equal to rate of change of displacement, which means that rate of change of any quantity indicates the change of that quantity with respect to time. എന്താണ് ആ ക്വാണ്ടിറ്റി, പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ ടൈമിനനുസരിച്ചുള്ള ചേഞ്ച്, അല്ലെങ്കിൽ ടൈമിനനുസരിച്ചുള്ള ആ ബോഡിയുടെ ചേഞ്ചിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണെന്ന്, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് കൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ദെൻ വാട്ട് വിൽ ബി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം? വി ക്യാൻ
we shall discuss about rate of change of momentum. So rate of change of momentum നോക്കാം. Suppose delta p ആണല്ലോ എന്താ പറയുന്നത് momentum which is m delta v, right? So what is this? This is change in momentum. എന്താണ് ഇതിനെ change in momentum എന്ന് പറയുന്നത്? Change in momentum നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ്? So in order to represent the rate of change of momentum, we can write delta p by delta t is equal to m delta v by delta t, right? Okay, p delta v by delta t, p delta p by delta t is equal to m delta v by delta t. Clear? Or m delta v by delta t equal to m delta v by delta t. We know that delta v by delta t എന്ന് പറഞ്ഞാൽ എന്താണ്? Rate of change of velocity ആണ്. Delta v by delta t is rate of change of velocity, and that is nothing but acceleration of the body. അല്ലേ? ഒരു ബോഡിക്ക് ടൈമിനനുസരിച്ച് അതിന്റെ വെലോസിറ്റി, ഒരു സ്മോൾ ഇന്റർവൽ ഓഫ് ടൈമിൽ അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ which indicates that the body has some acceleration. അതിനെന്തുകൊണ്ട് ഒരു ആക്സലറേഷൻ ഉണ്ടെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ we can substitute for delta v by delta t in this relation, that is p delta p by delta t is equal to ma. Delta p by delta t എന്ന് പറയുന്നത് എന്താണ്? മാസ് ഇൻറ്റു ആക്സലറേഷൻ. അതായത് ഒരു ബോഡിക്ക് ഒരു മൊമെന്റത്തിന് ചേഞ്ച് വന്നു, ഒരു ബോഡിയുടെ മൊമെന്റത്തിന് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ സിംപ്ലി അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ആ ബോഡിയുടെ വെലോസിറ്റിക്ക് എന്തുണ്ടായി? ചേഞ്ച് ഉണ്ടായി. If the body's velocity changes with respect to time, which indicates that the body gains some acceleration. ആ ബോഡിക്ക് എന്ത് ഗെയിൻ ചെയ്യുന്നതാണ്? ആക്സലറേഷൻ ഗെയിൻ ചെയ്യുന്നതാണ്. സോ അങ്ങനെ ഒരു ബോഡി ഒരു വെലോസിറ്റി ഗെയിൻ ഉണ്ടായി, അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ഉണ്ടായി, അല്ലെങ്കിൽ ആക്സലറേഷൻ ഗെയിൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു ഡീസലറേഷൻ ഉണ്ടായി എന്ന് മീൻ ചെയ്യുന്നത് സം ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദാറ്റ് ബോഡി. അത് മീൻ ചെയ്യുന്നതാണ് certain force is applied on that body. ആ ബോഡിയിൽ എന്തുണ്ടായെന്നാണ്? ഒരു ഫോഴ്സ് അപ്ലൈഡ് ആയെന്നാണ് എന്ത് ചെയ്യുന്നത്? മീൻ ചെയ്യുന്നത്. So that is what our second law of motion states that. So the rate of change of momentum is directly proportional to the force applied on that body. Clear ആവുന്നുണ്ടോ? അതായത് ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ആ ബോഡിയിൽ ഒരു വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകുന്നത്. ആ വെലോസിറ്റി ചേഞ്ച് ആണ് എന്താകുന്നത്? ആക്സലറേഷൻ ആയി മാറുന്നത്. ആ വെലോസിറ്റി ചേഞ്ച് എന്തിനു കാരണമാവും? മൊമെന്റത്തിന്റെ ചേഞ്ചിന് കാരണമാവും. So we can simply state that the rate of change of momentum is directly proportional to the force applied on a body, or the force acting on a body is directly proportional to the rate of change of momentum of a body. Clear ആവുന്നുണ്ടോ? ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? The force is directly proportional to rate of change of momentum acting on a body, which is the second law of motion. ഇതാണെന്ന് പറയുന്നത് second law പറയുന്നത്. Second law എന്താണ് പറയുന്നത്? The force acting on a body is directly proportional to the rate of change of momentum acting on a body, or we can write force proportional to m into a. From this relation we can write force proportional to ma, or we can write F is equal to K into, in order to change the proportionality sign we have to multiply it with a constant KMA, or if we consider K is equal to 1, then we can write force is equal to mass into acceleration. This is the famous relation of force, which is the mass acceleration relation. ഫോഴ്സിനെ നമ്മൾ ഇങ്ങനെയാണ് എക്സ്പ്രഷൻ ഒതുക്കിയത്. ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബോഡിയുടെ മാസ് ഇൻറ്റു അതിന്റെ എന്താണ് അത് ഗെയിൻ ചെയ്ത ആക്സലറേഷന്റെ പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് പറയുന്നത് ആ ബോഡിയുടെ മാസ്. ദിസ് ഈസ് ദ റിലേഷൻ ഓഫ് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നമുക്ക് കിട്ടുന്ന റിലേഷൻ ആണെന്ന് പറയുന്നത് F is equal to ma, force is equal to mass into acceleration. Clear ആവുന്ന force is equal to എന്താണ്? Mass into acceleration. So from this relation ഇത് നമുക്ക് മനസ്സിലാക്കാവുന്ന രണ്ട് കാര്യങ്ങളാണ്. Force is directly proportional to mass and force is directly proportional to acceleration. Force എന്താണ്? ആക്സലറേഷനോ അല്ലെങ്കിൽ മാസിനോ എന്താണ്? പ്രൊപ്പോർഷണൽ ആണ്. ഇപ്പോൾ നമുക്കറിയാം ഒരു ബോഡിയുടെ മാസ് ഇൻക്രീസ് ചെയ്യുന്നു, അപ്പോൾ അതിന് കൊടുക്കുന്ന ഫോഴ്സ് എന്തായാലും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ മാസ് കൂടുതലുള്ള ബോഡി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. രണ്ടാമത് ഒരു ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? അതിന്റെ ആക്സലറേഷൻ ഗെയിൻ ചെയ്യും. എത്രമാത്രം ഫോഴ്സ് കൊടുക്കുന്നു അത്രയും എന്താണ് ആ ബോഡി എന്ത് ചെയ്യും? ആക്സലറേഷൻ ഗെയിൻ ചെയ്യും. സോ ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് റിലേഷൻസിനെ നമുക്ക് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ we can represent this graph. We can say if you represent mass
or force along x-axis, and acceleration along y-axis, we can see that as force increases, the acceleration also increases. കാരണം എന്താണ്, ഇതൊരു straight line with a positive slope ആണ്. This graph is a straight line with positive slope, which indicates that force and acceleration are proportional. Acceleration is proportional to the force applied. And we have another graph which represents mass along x-axis and force along y-axis. As mass increases, the force also എന്താണ്, mass increases അനുസരിച്ച് ആ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ത് ഇൻക്രീസ് ചെയ്യും. These two graphs indicates that force depends on force is proportional to mass and acceleration. Mass increase ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഫോഴ്സ് ഇൻക്രീസ് ചെയ്യാം. ആക്സലറേഷൻ ഗെയിൻ ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ബോഡിയുടെ ആക്സലറേഷൻ ഒന്നുണ്ടാവും, ഗെയിൻ ഉണ്ടാവും. അല്ലെങ്കിൽ ഫോഴ്സ് കൊടുക്കുന്നതനുസരിച്ച് ആക്സലറേഷൻ നെഗറ്റീവ് മീൻസ് റിട്ടാർഡേഷനും ഉണ്ടാകാനുള്ള സാധ്യത എന്താണ്, ഈ ഒരു റിലേഷൻ നമുക്ക് മനസ്സിലാക്കാം. സോ ഇത് നമുക്ക് മറ്റൊരു റിലേഷൻ മനസ്സിലാക്കാം. ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ മാസും ആക്സലറേഷൻ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കണം, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. ഇപ്പോൾ മാസ് ഇപ്പോൾ കോൺസ്റ്റന്റ് മാസ് 5 ന്യൂട്ടൺ വരണമെങ്കിൽ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ആണ്. ഒന്ന് മാസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ആക്സലറേഷൻ കുറയ്ക്കാം, അല്ലെങ്കിൽ ആക്സലറേഷൻ ഇതിലെ രണ്ടിന്റെ പ്രോഡക്റ്റ് ആകുമ്പോൾ ഇപ്പൊ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. സോ ദ റിലേഷൻ ഓഫ് mass and acceleration is inversely proportional in this relation, which means ഒരു ബോഡിയുടെ ഹെവിയർ മാസ് ആണ്, മാസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അതിനുള്ള ഗെയിൻ ചെയ്യുന്ന ആക്സലറേഷൻ എന്ത് ചെയ്യും, കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഇഫ് യു റെപ്രസെന്റ് മാസ് along x-axis and acceleration along y-axis, we obtain this graph which indicates as the mass of the body gains, mass increase ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യും, not to maintain the force, ആ ഫോഴ്സ് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തണമെങ്കിൽ the acceleration reduces, acceleration എന്ത് ചെയ്യും, കുറഞ്ഞു വരും, അല്ലെങ്കിൽ എന്താണ് ആക്സലറേഷൻ റിട്ടാർഡേഷനിലേക്ക് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഇവിടെ എന്താണ്, ഫ്രം ദിസ് ഫേമസ് റിലേഷൻ F is equal to ma, we devise the unit for force which is എന്താണ്, kilogram meter per second square in SI system, which we usually call it as Newton, right? ഇവയാണ് നമ്മൾ എന്താ പറയുക, ന്യൂട്ടൺ എന്ന് പറയുന്നത്. ഇൻ ഡൈൻസിലേക്ക് മാറുമ്പോൾ എന്താണ്, ഫോഴ്സിന്റെ യൂണിറ്റ് ഡൈൻസിലേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ സോറി ഡൈൻസ് അല്ല സീജിയസിലേക്ക് മാറുമ്പോൾ what will be its unit, gram centimeter per second square ആയി, gram centimeter per second square ആയിരിക്കും. ഇൻ സീജിയസ് സിസ്റ്റത്തിലെ യൂണിറ്റ് എന്തായിരിക്കും, gram centimeter per second square ആയിരിക്കും എന്ന് പറയുന്നത് അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. or usually we call that quantity as dyne നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇവയെ നമ്മൾ എന്താ പറയുക, ന്യൂട്ടൺ എന്ന് നമ്മൾ എന്ത് ചെയ്യും, ഫോഴ്സിന്റെ യൂണിറ്റിനെ എന്ത് ചെയ്യും, വിളിക്കാറുണ്ട്. സോ അങ്ങനെയെങ്കിൽ എന്താണ് 1 ന്യൂട്ടൺ ഫോഴ്സ്, എന്താണ്, വാട്ട് ഈസ് 1 ന്യൂട്ടൺ, ഒരു ന്യൂട്ടൺ ഫോഴ്സിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സോ 1 ന്യൂട്ടൺ ഫോഴ്സ് എന്താണ്, ഇറ്റ് ഈസ് ദ ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഓഫ് 1 കിലോഗ്രാം മാസ് ഗെയിൻസ് ആൻ ആക്സലറേഷൻ ഓഫ് 1 മീറ്റർ പെർ സെക്കൻഡ്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അതായത് 1 ന്യൂട്ടൺ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദ ഫോഴ്സ് വിച്ച് ആക്ട്സ് ഓൺ എ ബോഡി ഓഫ് 1 കിലോഗ്രാം മാസ് gains an acceleration of 1 meter per second square. അതായത് നമ്മളിപ്പോൾ 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡി നമ്മുടെ കയ്യിലുണ്ട്. ആ 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡിയിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ കിട്ടുന്ന ആ ഫോഴ്സ്, അപ്ലൈഡ് ഫോഴ്സിൽ ആ ബോഡി ഗെയിൻ ചെയ്യുന്ന ആക്സലറേഷൻ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ, ഒന്നുകൂടെ പറയാം, നമ്മുടെ കയ്യിൽ 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു ബോഡി ഉണ്ട്. ആ 1 കിലോഗ്രാം മാസ് ഉള്ള ബോഡിയിൽ നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആ ബോഡി ഗെയിൻ ചെയ്യുന്ന ആക്സലറേഷന്റെ റേറ്റ് 1 meter per second square ആണെങ്കിൽ we can state that the force acted on the body is 1 Newton. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ ബോഡിയിൽ ആക്ട് ചെയ്ത ഫോഴ്സ് എന്താണ്, 1 ന്യൂട്ടൺ ആണ്. ഇനി എന്താണ് 1 ഗ്രാം, 1 ഡൈൻ എന്ന് പറയാൻ എന്തായിരിക്കും, 1 ഡൈൻ എന്ന് പറയാൻ ചെറിയൊരു വ്യത്യാസമുള്ളൂ. 1 ഗ്രാം മാസ് ഉള്ള ബോഡി നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് അക്യൂർ ചെയ്ത ആക്സലറേഷൻ 1 സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ, ക്ലിയർ ആവുന്നുണ്ടോ, 1 ഗ്രാം മാസ് ഉള്ള ബോഡി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് ഗെയിൻ ചെയ്ത ആക്സലറേഷൻ 1 centimeter per second square ആണെങ്കിൽ then we can state that the force acted on the body is 1 dyne. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് 1 dyne എന്ന് പറയുന്നത്. So these are the basic facts we should know about the second law of motion. അപ്പോൾ second law of motion ഒന്നുകൂടെ പറയാം, rate of change of moment of a body is
directly proportional to the force acted on the body. ഒരു ബോഡിയിൽ ആക്ട് ചെയ്ത ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നത് അതിൽ ആക്ട് ചെയ്ത അല്ലെങ്കിൽ അതിൽ സംഭവിച്ച എന്താ പറയുക മൊമെന്റത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇതാണെന്ന് പറയുന്നത് സെക്കൻഡ് ലോ എന്ന് പറഞ്ഞ് വെക്കുന്നത്. So I think we can end this topic, today's session from on this topic. We shall discuss about some examples of some cases of momentum, and also we can discuss about this third law of motion, which is very familiar to you, in the coming session. So until then, everybody stay home and stay safe. Bye.